റഷ്യ വളരെ ഞെട്ടിപ്പിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി. എന്നിട്ട് അമേരിക്കയോടും മറ്റുള്ള ഇറാനെ നിരായുധീകരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരോടും ഒക്കെയുള്ള ചോദ്യമാണ് റഷ്യ ചോദിച്ചത്. റഷ്യ ചോദിച്ചത് വേറൊന്നുമല്ല, ജർമ്മനി 30 ദിവസത്തിനകം അണുബോംബുണ്ടാക്കാൻ സജ്ജമാണ്. അതുപോലെ തന്നെ UK-യും ഫ്രാൻസും തമ്മിൽ അണുബോംബുണ്ടാക്കുന്നതിനുള്ള ചർച്ച നടക്കുന്നു. ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു. അത് ആ മേഖലയിൽ ആകെ തകർച്ചയ്ക്ക് വഴിതെളിക്കും. ഇനി ആ മേഖലയിൽ ഒരു രാജ്യങ്ങളും അണുവായുധം ശേഖരിക്കുന്നത് അതിൻ്റെ അസ്ഥിരതയ്ക്ക് കാരണമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ 2 യുദ്ധവെറിയന്മാരും കൂടി ഈ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട് കുറേ മനുഷ്യരെ കൊന്നു തള്ളുകയും തകർക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അടി തിരിച്ച് മൂടിൽ കിട്ടിയപ്പോൾ ഇട്ടിട്ടോടി ഇപ്പോൾ ദൂരെ നിന്ന് ചർച്ചയും സീസ് ഫയറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ ചോദ്യം റഷ്യ ചോദിക്കുന്നത്. റഷ്യ ഈ യുദ്ധവേളയിൽ വളരെ സവിശേഷമായ നിലപാടാണ് ഇക്കാര്യത്തിലൊക്കെ സ്വീകരിച്ചത്. ഇറാന് കൃത്യമായി ആ ജിയോഗ്രഫിക്കൽ കോർഡിനേറ്റ് മുഴുവൻ നൽകിയത് റഷ്യയാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസി ഇപ്പോൾ തന്നെ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് വളരെ ഷാർപ്പായി എവിടെയാണ് അമേരിക്കൻ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അമേരിക്കയിലെയും ഇസ്രയേലിലെയും തന്ത്രപ്രധാനമായ മേഖലകൾ, അണുവായുധ റിയാക്ടറുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം, കപ്പലുകൾ കിടക്കുന്ന സ്ഥലം, മിഡിൽ ഈസ്റ്റിലെ ബാക്കി ബേസുകളുടെ എല്ലാം ജിയോ കോർഡിനേറ്റ് ഏറ്റവും പ്രധാനമാണ്. ഇറാൻ്റെ കയ്യിൽ അത്തരം സർവൈലൻസ് സിസ്റ്റം ഒന്നുമില്ല. അത്തരം എയർഫോഴ്സ് സർവൈലൻസ് സിസ്റ്റം ഉള്ള രാജ്യങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതെല്ലാം കൃത്യമായി നൽകിയത് റഷ്യയാണ്. അതുകൊണ്ടാണ് തങ്ങളുടെ ഏത് മേഖലയിൽ അടിക്കുന്നോ അതുപോലെ കൃത്യമായി മറ്റൊരു മേഖലയിൽ ഇറാന് പ്രത്യാക്രമണം നടത്താൻ കഴിഞ്ഞത് ഈ ജിയോ കോർഡിനേറ്റുകൾ കിട്ടിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആ വീറ്റോയും ഫലപ്രദമായിരുന്നു. ഇപ്പോൾ റഷ്യ കൃത്യമായി ചോദിക്കുകയാണ്, ജർമ്മനി 30 ദിവസം കൊണ്ട് അണുബോംബുണ്ടാക്കും, നിങ്ങൾ നിരായുധീകരിക്കുമോ? നിങ്ങൾ ജർമ്മനിയെ ആക്രമിക്കുമോ? നിങ്ങൾ ജർമ്മനിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കുമോ? മറുപടി നിശബ്ദതയായിരിക്കും, അല്ലെങ്കിൽ ഈ ട്രംപിൻ്റെ ഒരു പൊട്ടംതരം പറച്ചിലായിരിക്കും. അതോടൊപ്പം റഷ്യ പറയുന്നുണ്ട്, UK-യും ഫ്രാൻസും തമ്മിൽ ഇതുപോലെ തന്നെ അണുബോംബുണ്ടാക്കുന്നതിനാവശ്യമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും പുരോഗമിക്കുകയാണ്. അപ്പോൾ അത് യൂറോപ്പിൽ അസ്ഥിരത ഉണ്ടാവില്ലേ? യൂറോപ്പിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവില്ലേ? യൂറോപ്പിൽ ഭരണ അസ്ഥിരതയും ആക്രമണോത്സുകതയും വർദ്ധിക്കില്ലേ? അപ്പോഴൊന്നും ഇവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇത് കണ്ട് നമ്മുടെ കുറച്ച് ഏഭ്യന്മാരുണ്ടല്ലോ, അത് ഷിയയിസമാണ്, ചീഞ്ഞളിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർക്കും യൂറോപ്പ് ആയതുകൊണ്ട് വലിയ വിഷമം കാണില്ല. കാരണം ആരുടെ കൂടെയാണോ നിന്ന് പാദസേവ ചെയ്യുന്നത് ആ മുതലാളിമാർക്ക് ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ യൂറോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ജർമ്മനി അണുബോംബുണ്ടാക്കിയാലും UK-യും ഫ്രാൻസും അണുബോംബുണ്ടാക്കിയാലൊന്നും അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഈമാൻ പരീക്ഷിക്കാൻ, ഈമാൻ നോക്കാൻ, ഈമാൻ പരിശോധിക്കാൻ ഇവരാരും ഇറങ്ങില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റഷ്യയുടെ കൃത്യമായ ചോദ്യം യൂറോപ്പിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലും ചർച്ചയായിട്ടുണ്ട്. 30 ദിവസത്തിനകം അണുബോംബുണ്ടാക്കാൻ ജർമ്മനിയെയും അതുപോലെ തന്നെ 3 മാസത്തിനകം അണുബോംബുണ്ടാക്കാൻ UK-യും ഫ്രാൻസും ചേർന്ന് നടത്തുന്ന സംയുക്ത സംവിധാനങ്ങളെയും അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും ഉപരോധം കൊണ്ട് നേരിടുമോ, ആക്രമണം കൊണ്ട് നേരിടുമോ, പ്രതിരോധം കൊണ്ട് നേരിടുമോ, അതോ ഏത് തരത്തിലായിരിക്കും ചെയ്യുക? ഇരട്ട നീതിയാണല്ലോ ലോകത്ത്. ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യില്ല എന്നതാണ് വാസ്തവം. അത് പൊളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് റഷ്യ.